തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പല പ്രഭാതത്തിലും അവൻ ഉണർന്നിരുന്നത് വലിയ സങ്കടത്തോടെയും നിരാശപ്പെട്ടും ഒക്കെ ആയിരുന്നു. കാരണം അവന് വേണ്ട രീതിയിൽ പഠിക്കാനോ മറ്റുള്ളവരിൽ നിന്നുള്ള പരിഗണനയോ ഒന്നും ലഭിച്ചിരുന്നില്ല. അവൻ പഠിച്ചിരുന്ന ക്ലാസ്സിലെ അവൻ്റെ കൂട്ടുകാർ പോലും അവനെ പോഴ എന്ന് വിളിച്ചും കഴുതയുടെ ശരീരമാണ് നിൻ്റെ ശരീരം, ഒന്നിനും കൊള്ളാത്ത ബുദ്ധിയാണ് നിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവനെ കളിയാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണ് തുറക്കുമ്പോൾ നിരാശപ്പെട്ടു കണ്ണു തുറന്നിരുന്ന ദിനരാത്രങ്ങളാണ് അവനുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ദിവസം അത്രയും സങ്കടത്തോടുകൂടെ രാത്രി ഉറങ്ങുമ്പോഴാണ് പരിശുദ്ധ മറിയം അവന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞത്, എൻ്റെ മോനെ, നീ ഓരോ ദിവസവും പ്രഭാതത്തിൽ എൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും എന്നോടൊപ്പം നീ ദിവസം ആരംഭിക്കുകയും ചെയ്യുക. നീ ഇന്നേ വരെ കാണാത്ത അത്ഭുതങ്ങൾക്ക് നീ സാക്ഷിയാവൂ എന്ന്, കൺമുമ്പിൽ നിൻ്റെ മുൻപിൽ അത്ഭുതങ്ങൾ കാണുമെന്ന്. അത് കേട്ട് പിറ്റേന്ന് രാവിലെ തന്നെ അവൻ പരിശുദ്ധ മറിയത്തിൻ്റെ ജപമാല കയ്യിലെടുക്കുകയും നന്മ നിറഞ്ഞ മറിയമൊക്കെ ഭക്തിയോടുകൂടെ ചൊല്ലിക്കൊണ്ട് അവൻ ജീവിതം ആരംഭിക്കുകയും ചെയ്തു. അവരങ്ങനെ ആരംഭിച്ച മാതാവിൻ്റെ കൈപിടിച്ച് യാത്ര ചെയ്ത ദിവസം തൊട്ട് അവനെ ആരും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റങ്ങളാണ് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അവൻ്റെ സഹപാഠികളും അവൻ്റെ നാട്ടുകാരും ഒക്കെ അവനിൽ എന്തോ ഒരു മാറ്റം വന്നിരിക്കണു എന്ന് പറഞ്ഞ് അമ്പരപ്പോടെ നോക്കി നിന്നു. അവൻ വളർന്ന് വലുതായി ഒരു സന്യാസ ആശ്രമത്തിൽ ചേരുകയും അവിടെ വെച്ച് സന്യാസ ജീവിതം പുൽകുകയൊക്കെ ചെയ്തു. 12ാം നൂറ്റാണ്ടിൽ ജീവിച്ച വിശുദ്ധ ആൽബർട്ടിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അവൻ്റെ പ്രഭാതങ്ങൾ അവന് നഷ്ടപ്പെട്ട പ്രഭാതങ്ങളായിരുന്നത് പരിശുദ്ധ മറിയം കൂടെയില്ലാത്ത പ്രഭാതങ്ങളായിരുന്നു. പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് യാത്ര ചെയ്യാൻ തുടങ്ങിയ പ്രഭാതം തൊട്ട് പിന്നെ ആൽബർട്ടിൽ സംഭവിച്ച മാറ്റങ്ങൾ എന്ന് പറയുന്നത് ലോകത്തെ അമ്പരിപ്പിക്കുന്ന രീതിയിലാണ്. അവനാണ് പിന്നീട് ലോകത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ബുദ്ധിജീവിയായ വിശുദ്ധനായിട്ടൊക്കെ തീരുന്നത്. പാരീസ് സർവകലാശാലയുടെ മേധാവിയായിട്ട് അവിടുത്തെ രാജാവ് തിരഞ്ഞെടുക്കുന്നത് യുവസന്യാസിയായ ഈ ആൽബർട്ടിനെയാണ്. 12ാം നൂറ്റാണ്ടിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ബുദ്ധിയുടെ മേഖലകളിലും അറിവിൻ്റെ മേഖലകളിലും സംജ്ഞാനത്തിൻ്റെ മേഖലകളിലൊക്കെ ഉയർത്തപ്പെട്ടവനായിട്ട് വിശുദ്ധ ആൽബർട്ട് മാറി എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനൊരു മാറ്റം ഇദ്ദേഹത്തിന് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ആൽബർട്ട് തന്നെ പറയുന്ന കാര്യം എങ്ങനെയാണ്, എൻ്റെ കഴുത്തിലെ ജപമാല ഞാൻ പ്രഭാതത്തിൽ കൈകളിൽ എടുക്കും, എന്നിട്ട് ഓരോ പ്രഭാതവും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയോടൊപ്പം ഒരു ജപമാല ചൊല്ലിയിട്ടാണ് ഞാൻ ആരംഭിച്ചു തുടങ്ങിയത്. പോഴനായ എൻ്റെ ജീവിതത്തിൽ അറിവിൻ്റെ കതിരുകൾ പിന്നീട് വർഷിക്കാൻ തുടങ്ങി എന്ന് അവൻ സാക്ഷ്യപ്പെടുത്തുന്നു. വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടുന്നവർക്ക് പോലും ഈ ദിവസങ്ങളിൽ അറിവും ജ്ഞാനവും സംജ്ഞാനവും ഒക്കെ ലഭിച്ചിരിക്കുന്നു എന്നാണ് ചരിത്രത്തിൽ നിന്ന് നമ്മൾ കണ്ടെത്തുന്നത്. ഈ ഒരു വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് കൂടെ പിടിക്കാനുള്ള ഏക ഒരു അഭയശില എന്ന് പറയുന്നത് പരിശുദ്ധ മറിയം തന്നെയാണ്. എന്നോട്ട് അവളുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. ഒരുപക്ഷെ ഈ പറയുന്ന ആൽബർട്ടിനെ പോലെ ആയിരിക്കാം നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ കളിയാക്കപ്പെടുന്നവർ. ഒരുപക്ഷെ നമ്മളെല്ലാവരും നോക്കി കഴുത എന്ന് വിളിച്ച് ഒരു ബുദ്ധിയില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞവരൊക്കെ ആയിരിക്കാം. അവരിന്ന് മുതൽ നമ്മളെ മാറ്റി പറയാൻ തുടങ്ങണം. ഇന്ന് നമ്മളെക്കുറിച്ച് അവർ പറയണം, ഇവനിൽ എന്തോ കുറേ കൂടി ഒരു നിറവ് അനുഭവപ്പെടുന്നുണ്ടല്ലോ,
ഇവൻ്റെ ഉള്ളിൽ എന്തോ ഒരു അഭൗമമായ ജ്ഞാനം നിറയുന്നുണ്ടല്ലോ എന്നൊക്കെ. അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നവർ പരിശുദ്ധ അമ്മയെ ക്ഷണിച്ചു തുടങ്ങുക എന്നുള്ളതാണ്.